CPIM-ന് ഇത് സമ്മേളന കാലമാണല്ലോ. ഈ സമ്മേളന കാലയളവിനിടയിൽ പല കൂടിക്കാഴ്ചകളും നടക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. മാർത്തോമ സഭാധ്യക്ഷനെ സന്ദർശിച്ച് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. CPIM-ന് എല്ലാ സഭകളുമായും വലിയ ബന്ധമാണുള്ളതെന്ന് രാജു എബ്രഹാം റിപ്പോർട്ടറിനോട്. സഭാധ്യക്ഷന്മാർ ജനങ്ങളുമായി ബന്ധമുള്ളവരാണ്. മതപരമായി പ്രവർത്തിക്കുന്നവരെയും CPIM-നോട് ചേർത്ത് നിർത്തുമെന്നും രാജു എബ്രഹാം റിപ്പോർട്ടറിനോട് പറഞ്ഞു. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സഭകളുമായും വലിയ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പെന്നോ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനമെന്നോ എന്നുള്ള വ്യത്യാസമില്ല. ഞങ്ങളിപ്പം ആരെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ ആരുമായിട്ട് സംസാരിക്കുകയോ ചെയ്യുന്നത് കേവലം വോട്ടിന് വേണ്ടിയല്ല, ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കാരണം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളും ജനങ്ങളുമായി ബന്ധപ്പെടുന്നു, സഭാധ്യക്ഷന്മാർ ജനങ്ങളുമായി ബന്ധപ്പെടുന്നു. ആ ബന്ധമാണ് സത്യത്തിൽ CPM ചെയ്യുന്നത്. ഞങ്ങൾക്ക് കേരളത്തിലെ 80 ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട് കൃത്യമായി. അതിലൊരു 75 ലക്ഷം ആളുകളും പള്ളിയിൽ പോകുന്നവരോ അമ്പലത്തിൽ പോകുന്നവരോ മോസ്കിൽ പോകുന്നവരോ ഒക്കെയാണ്. ഈശ്വരവിശ്വാസികളാണ് ബഹുഭൂരിപക്ഷം നമ്മുടെ സമൂഹത്തിൽ, ഈശ്വരവിശ്വാസികളല്ലേ. അപ്പോൾ അതുമായിട്ട് എല്ലാവരും ഇതുണ്ടാവും. സമൂഹത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അവരെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിലെല്ലാം സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം എത്തുന്നു. പ്രവീൺ പുരുഷോത്തമൻ, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം പ്രവീൺ ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയായിരുന്നു. രാജു എബ്രഹാമിലൂടെ CPIM ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കൃത്യമായി നടപ്പാക്കുക എന്ന വലിയ ലക്ഷ്യം അവരുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ചും പത്തനംതിട്ടയുടെ സമീപകാല മാറുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ? ഗുഡ് ഈവനിംഗ് സുജിയ. രാജു എബ്രഹാം 5 തവണ റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ച ആളാണ്. നിയമസഭയിൽ തന്നെ അദ്ദേഹം എടുത്തു പറയത്തക്ക പ്രവർത്തനങ്ങൾ അത് റാന്നി മേഖലയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണ്. ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനകീയ അടിത്തറയുള്ള രാജു എബ്രഹാമിനെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി CPIM സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുത്തിരിക്കുന്നതും. അതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം രാജു എബ്രഹാം 5 തവണയും റാന്നി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വിജയിച്ചത് ക്നാനായ സഭയുടെ പിന്തുണ അതിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അതായത് ക്രിസ്ത്യൻ മതവിഭാഗത്തെ കൂടെ നിർത്തുക എന്ന ഒരു ലക്ഷ്യം കൂടി CPIM സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ ഏറെ നാളുകളായി BJP പത്തനംതിട്ട ജില്ലയിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ കൂടുതൽ ആർജിക്കുന്നതിന് വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. വിശേഷ ദിവസങ്ങളിലൊക്കെ ഭവന സന്ദർശനം ഉൾപ്പെടെ BJP നേതൃത്വം നടത്തിയിരുന്നു. ഇതൊക്കെ CPIM വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാജു എബ്രഹാമിനെ തന്നെ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിലൂടെ അതിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളൊക്കെ CPIM ഇപ്പോൾ തന്നെ കരുതുന്നുണ്ട്. 5 നിയമസഭാ മണ്ഡലങ്ങളും ഇപ്പോൾ പത്തനംതിട്ടയിൽ LDFന്റെ കയ്യിലാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ച് LDFന് കഴിയുകയുള്ളൂ. അതിൽ കഴിഞ്ഞ തവണ അടൂർ മണ്ഡലത്തിൽ 3000-ൽ താഴെ മാത്രം വോട്ടിന് UDF പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞ നാളുകളിൽ തന്നെ LDF നടത്തിയിരുന്നു. ഇപ്പോൾ രാജു എബ്രഹാം പറയുന്നത് അടൂർ പോലെയുള്ള മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയുന്നു. അങ്ങനെ മറ്റ് മണ്ഡലങ്ങളിലും ഇതേ സ്ട്രാറ്റജി തന്നെ പിന്തുടരാനാണ് ഇപ്പോൾ CPIM-ന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് CPIM ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മെത്രാപ്പോലിത്തയെ രാജു എബ്രഹാം കാണുന്നത്. കൂടിക്കാഴ്ച 10 മിനിറ്റിൽ താഴെ മാത്രമേ നീണ്ടുനിന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളിലും LDF വിജയിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലം എന്നും LDFന് ബാലികാറ മലയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രചാരണ സമയത്ത് നാം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയെ സമീപിച്ചിരുന്നു. മണ്ഡലത്തിൽ ആർക്കാണ്, ഏത് മുന്നണിക്കാണ് വിജയസാധ്യത എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അതിന് പരോക്ഷമായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയത്. ഇപ്പോൾ നിലവിലൊരു MP ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ് എന്ന അതീവ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റുന്നതിനായുള്ള ശ്രമങ്ങൾക്ക് രാജു എബ്രഹാം തുടക്കമിടുകയാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനം അത് അദ്ദേഹത്തിന് വളരെ സഹായകമാവുകയും ചെയ്യും. റാന്നി മോഡൽ അത് എല്ലാ മണ്ഡലങ്ങളിലേക്കും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലും കൊണ്ടുവരാനാണോ രാജു എബ്രഹാമിലൂടെ CPIM നോക്കുന്നത് എന്നതാണ് അറിയേണ്ടത്. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ.